62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞു. പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനിയായിട്ടും ടീച്ചറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ മിടുക്കന്മാരും മിടുക്കികളോടൊപ്പം പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സന്തോഷം, വളരെ സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നു. പുതുതലമുറ ഇത്രയും മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നത് വളരെയധികം അഭിമാനിക്കാണ്. ഇപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ മുഖ്യാതിഥിയായിട്ടാണ് വന്നത്. അന്ന് തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചായിരുന്നു. അതെ, അന്ന് എന്നോട് കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു എപ്പോഴാണ് ഞങ്ങളുടെ കൂടെ കളിക്കുക. അന്ന് അവർക്ക് കൊടുത്ത വാക്കാണ് അടുത്ത വർഷം നിങ്ങൾക്കൊപ്പം ഞാൻ കളിക്കുമെന്ന്. ആ വാക്ക് പാലിക്കുകയാണ്. ഓക്കെ, ഇപ്പം ഒരുപാട് ദിവസം കിട്ടിക്കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഒരുമിച്ച് ചെയ്യുമോ, നൃത്തം അഭ്യസിക്കുമോ ഉണ്ടായിട്ടുള്ളൊരു? ആദ്യം തന്നെ കുറച്ച് കുട്ടികളെ കൊല്ലത്തുനിന്ന് തന്നെ ടീച്ചറിൻ്റെ ഒക്കെ കൂടെയുള്ള കുറേ അധ്യാപകരുടെ ഒക്കെ സഹായത്തോടെ കുറച്ച് മിടുക്കന്മാരെ മിടുക്കികളെയൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവർക്ക് ഓൺലൈനിലൂടെ കുറച്ച് വീഡിയോസ് എല്ലാം പകർന്നു കൊടുത്തു. ശേഷം 2 ദിവസം വന്ന് ബിജു ഗണിതനാണ് ഡാൻസ്. ബിജു വന്നു, ഞാൻ ഞങ്ങളിവരോടൊപ്പം പ്രാക്ടീസ് ചെയ്തു. ഇവരൊക്കെ വളരെയധികം കോപ്പറേറ്റ് ചെയ്ത കുട്ടികളോടും ടീച്ചേഴ്സൊക്കെയാണ്. എല്ലാ കുട്ടികളുടെ കൂടെയാണ് കളിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കൂടുതൽ ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപിക ആയതുകൊണ്ട് നമ്മളെപ്പോഴും ആ കുട്ടിത്തം അവരോടൊപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഇവരെക്കാളും മുമ്പ് ഇവർ മനസ്സിലാലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരാളുകൂടിയാണ്. ഓൾവേസ് കുട്ടിയാണ് മനസ്സിലുള്ളത്. ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം ഇതിൽ പലരും കണ്ടസ്റ്റൻസ് ആണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അവരുടെ ഉള്ള ആ ഒരു എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ ഞാനും അനുഭവിക്കുന്നുണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കുട്ടിയായിട്ട് വേദിയിലെത്തുകയാണ്. ഇപ്പം മറ്റു വേദികളിൽ കയറുന്ന സമയത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാ വേദികളും ടെൻഷനാണ്. ഈ വേദികൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ. പക്ഷേ ഇവരുടെയൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് പകരും. അതാണ് പുതുതലമുറ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ. ഇപ്പം ഈ കൊല്ലത്തിന് വേണ്ടിയിട്ട് ഇന്നിപ്പം ഈ വേദിയിലേക്ക് കയറുമ്പോൾ സസ്പെൻസുകൾ കരുതി വെച്ചിട്ടുണ്ട്? ഇല്ല, നൃത്തം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മനസ്സിലാക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സ്വാഗതം നൃത്തത്തിലൂടെ ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെല്ലാവരും ചേർന്ന് കൊല്ലത്തെ ഓരോ കലാകാരന്മാരെയും ഓരോ നാട്ടുകാരെയും പ്രേക്ഷകരെയും ഒക്കെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. സസ്പെൻസിന് കേരളീയ കലാരൂപങ്ങളുണ്ട്. കേരളത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, മലയാളത്തെക്കുറിച്ച്, കലകളെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു പോകുന്നത്. കൊല്ലത്തെക്കുറിച്ചുള്ള ചില വരികൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരായിട്ട് ഇപ്പോൾ ഇൻട്രാക്ട് ചെയ്ത് ഇത്തരത്തിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ കോൺഫിഡൻസ് നൽകിയ ഘടകമാണ്. കാരണം കുറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു വീഡിയോസ് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് പെട്ടെന്ന് കയറി വരാനുള്ള ഒരു കാര്യം അവർ കാര്യങ്ങൾ വ്യൂ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭയമുള്ള ഒരു കാലത്തായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇവരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് പോലെയാണ്. അങ്ങനെയാണ് ആശിച്ചിന്ന് വന്ന് കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ വയ്ക്കുന്ന അത്രയും ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് കുട്ടികൾക്ക് നമ്മൾ തിരിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരോട് വാത്സല്യം മാത്രമല്ല ഒരു സൗഹൃദം കൂടി നമുക്ക് ഇവരിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്.